അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്ത് മോമിനിങ്ങളെ, ഇറാനും ഇസ്രായേലും യുദ്ധം നടന്നുകൊണ്ടുണ്ട്. ഇസ്രായേലിಗೆ ಸಪೋರ್ಟ್ ಆಕಿಟ್ಟ ಅಮೇರಿಕവും ಒಟ್ಟಿಗೆ ಉಂಡು. ಈ ಒಂದು ಟೈಮಲ್ಲೂ ನಂಗೆಲ್ಲ ಆಲ್ಮಾರು ಇರಾನಿಗೆ ಸಪೋರ್ಟ್ ಆಕಿಕೊಂಡುള്ള. അപ്പോൾ ചമ്മ ആൾമാർക്കുള്ളൊരു ഡൗട്ടായിട്ടിക്കട്, ഇറാൻ ഉള്ളത് അത് ഷിയ മുസ്ലിമുള്ള കൺട്രി അല്ലേ, ഞങ്ങൾ സുന്നി മുസ്ലിം അല്ലേ, സുന്നി മുസ്ലിമായ ഞങ്ങൾ എന്തുക്ക് ഇറാനുക്ക് വേണമായിട്ട് ദ്വാരക്കണോ, എന്തുക്ക് ഇറാനിൻ്റെ ബെമ്പലത്തുക്ക് ഇറാൻ്റെ സപ്പോർട്ടുക്ക് നിൽക്കണോ, ചമ്മ ആൾമാർ കേൾക്കണമെനിക്കത്തെ ഒരു ഡൗട്ടായിട്ടിക്കട്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇറാനുക്ക് ഒന്ന് എന്താ ഒരു വിഷയത്തിൽ ഞാൻ ദ്വാരുന്നപ്പോൾ ഉസ്താദെ നിങ്ങൾ ഷിയമാ ചെന്നിട്ട് ഒരാൾ കേട്ടോണ്ടല്ലോ ഉണ്ടോ. ഏതായാലും പിരിസത്ത് മോമിനികളെ ഞാൻ ചെന്ന് വന്നത്. അപ്പം ചമ്മ ആൾമാർക്കുള്ളൊരു ഡൗട്ടായിട്ടിക്കട്, ഷിയ കൺട്രി ആയിട്ടുള്ള ഷിയ മുസ്ലിം കൺട്രി ആയിട്ടുള്ള ഇറാനുക്ക് സുന്നി മുസ്ലിങ്ങളായ ഞങ്ങൾ എന്തൊക്കെ ബെമ്പല കൊടുക്കണോട്ടുള്ളത് പിരിസത്തെ മോമിനിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോയിൽ അതായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ആക്കി ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. അപ്പൊ പിരിസത്തെ മോമിനിങ്ങളെ, അമേരിക്കവും ഇസ്രായേലും കൂടിയിട്ടായിട്ട് ഇവിടെ ഇറാനുക്ക് വിരുദ്ധ യുദ്ധാക്കിക്കൊണ്ടുള്ളത്. ഇറാനുള്ളത് ഷിയ മുസ്ലിം കൺട്രി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ സപ്പോർട്ട് ആക്കരുത് ചെന്നെങ്കിൽ ഒന്ന് അർത്ഥാക്കറോ. ഈ ഇറാൻ ഉള്ളത് ലോകത്തിൽ അറിയപ്പെടുന്നത്, ഗ്ലോബൽ വൈസ് അറിയപ്പെടുന്നത് എന്തിനാണ് ചെന്നിട്ട് മുസ്ലിം കൺട്രി ഉള്ളതായിട്ട് ഏത് മുസ്ലിമും അത് രണ്ടാമത്തെ വിഷയമായിട്ട് അവിടെ പണ്ട് ഷിയാ മുസ്ലിമാ സുന്നി മുസ്ലിം ആയിട്ടുള്ള രണ്ടാമത്തെ മാറ്റർ ആയിട്ട് പണ്ട്. അപ്പോൾ ഈ അമേരിക്ക ഈ ചൊല്ലണക്കത്തെ ഇറാൻ ഷിയാ മുസ്ലിം ആയിട്ട് ലോകത്തറിയപ്പെടുന്നത് മുസ്ലിം കൺട്രി ഉള്ളതായിട്ട് ഈ മുസ്ലിം കൺട്രിക്ക് വിരുദ്ധ യുദ്ധാക്കോ ബണ്ട ആൾമാരാറ് അങ്ങനെ നോക്കിയിട്ടായിട്ട് ഞങ്ങൾ ഇറാനിക്ക് സപ്പോർട്ട് ആക്കരേണ്ടെന്ന് അർത്ഥാക്കണം. അർത്ഥയിത്താ ആറ് ഒന്ന് ഇസ്രായേൽ, ಏನೊಂದು അമേരിക്ക. ഇസ്രായേൽ ചെന്നെങ്കിൽ ജൂതന്മാരെ കൺട്രി ആയിട്ട് ഇക്കട് ചെറിയൊരു രാഷ്ട്രം, വലിയ ഇറാൻ്റെ അത്ര വലിയൊന്നില്ല, ഇറാൻ്റെ 10-1 ഡൗട്ടു. അങ്ങനത്തെ ഒരു കൺട്രി ഇറാനായെങ്ക ഒലിമ്പ കോട്ടിയുടെ മേൽ പോപ്പുലേഷൻ ഉള്ള കണക്കത്തെ ഒരു വലിയ കൺട്രിയും കൂടിയായിട്ട് ഇക്കട്. ഈ വലിയ ലോകത്തുള്ള വലിയ കൺട്രികളെ കൂട്ടത്തിൽ ഈ കയ്യിൽ എണ്ണാവുന്ന ചില കൺട്രിമാരുണ്ട്. ഒന്ന് ഞങ്ങളെ ഇന്ത്യ, പിന്നൊന്ന് ചൈന, പിന്നൊന്ന് സൗദി അറേബ്യ, പിന്നൊന്ന് ഇറാൻ. ഇങ്ങനെ ഉള്ളണക്കത്തെ വലിയ കൺട്രി അറിയപ്പെടുന്ന കൺട്രി ആയിട്ട് ഇറാൻ. അപ്പൊ അത് ലോകത്തിൽ അറിയപ്പെടുന്നത് മുസ്ലിം കൺട്രിയുടെ ഉള്ള പേരായിട്ടിക്കട്. ഒന്ന് രണ്ടാമത്തേത് ഈ ഇറാനിക്ക് വിരുദ്ധ യുദ്ധത്തിൽ വന്നുകൊണ്ടുള്ള ആൾമാരാറ് ഒന്ന് ഇസ്രായേൽ, പിന്നൊന്ന് അമേരിക്ക. അമേരിക്കത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവന് എപ്പോ നോക്കിയെങ്കിലും അത് ഈ മുസ്ലിം വിരോധി ആളായിട്ടിക്കട്. ഇസ്രായേലിട്ടുള്ളത് പിന്നെ ജൂത കൺട്രി ആയിട്ടിക്കട്, ജൂതന്മാരായിട്ടിക്കട്. അങ്ങ് കാലാകാലം ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ മുന്നല് വന്നണക്കത്തെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർക്ക് നബിമാർക്ക് വിരുദ്ധ നടന്നണക്കത്തെ നബിമാരെ തമാസാക്കി നടന്നണക്കത്തെ അങ്ങ് പടിപ്പാട്ടിയോ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തമാസാക്കിയോണ്ട് ഇന്നണക്കത്തെ ഒരു മഹാകട്ട ഇസ്ലാം വിരോധി ആൾമാരായിട്ട് ഇക്കിടാറ്. അപ്പൊ അങ്ങ് ഇങ്ങോട്ട് യുദ്ധത്തിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഉള്ള ഏതൊരു ആശയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള ആ ആശയത്തിൽ പൂർത്തിയായിട്ടും ഇല്ല, ആ ഋഷിയില്ല. എന്നിട്ടും ഞങ്ങൾ സപ്പോർട്ടാക്കുക എന്ത് വെച്ചെന്നെങ്കിൽ അങ്ങനെ വിരുദ്ധ വണ്ട ആൾമാരെ നോക്കിയിട്ടുണ്ടായിട്ട് ഇക്കട്. എങ്ങാനും ഈ ഇറാൻ സ്വത്തെങ്കിൽ ലോകത്തിൽ മെസ്സേജ് കൊണ്ടെന്ന് വെച്ചെന്നെങ്കിൽ ഈ ജൂതന്മാർ കൂടിയിട്ട് ഇസ്ലാം രാഷ്ട്രത്തെ സോപ്പാട്ടിയാറിയിട്ടുള്ള മെസ്സേജ് ആയിട്ട് ഇവിടെ പോട്ടത്. അതേ ടൈമിൽ ഇറാൻ വിന്നായെങ്കിൽ ഇസ്ലാം രാഷ്ട്ര വിന്നയിത്തുള്ള ഇസ്ലാമിയത്ര പേരായിട്ട് ഇവിടെ ലോകത്തിൽ അത് പ്രചാരവരുത്. അപ്പം ആ ഒരു നിലക്കുള്ള ഇസ്ലാമിട്ടുള്ള ബന്ധം വെച്ചിട്ടായിട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ടാക്കരുത്. ഇനി ഒരു ഡൗട്ട് ചില ആൾമാർക്കുണ്ട്, എന്തൊരു ഷിയ എന്തൊരു ഈ മുസ്ലിം ഷിയ മുസ്ലിമും എന്തൊരു ഈ സുന്നി മുസ്ലിം ഇട്ടുള്ളത്. പിരിസത്തെ മോമിനിങ്ങളെ ചെറിയൊരു ഡിഫറൻസിൽ ഞാൻ നിങ്ങൾക്ക് അർത്ഥാക്കി തണ്ട്. എന്തൊരു ചെന്നെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങ സുന്നി മുസ്ലിമീങ്ങ ഞങ്ങളെ വാദം എന്താ വെച്ചെന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിട്ട് ഞങ്ങളെ വാദം. അല്ലാഹു അല്ലാണ്ട് ഒരു ഇലാഹ ഇല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലായിട്ടിക്കട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിട്ട് ഞങ്ങളെ വാദം. ഇത് ഞങ്ങൾ മനസ്സുകൊണ്ട് കരുതി ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് വ്യക്തമാക്കിയിട്ട് ചൊന്നണക്കത്ത ഒരു വിഷയമായിട്ട് ഇക്കട്. ഞങ്ങൾ ചിലപ്പോൾ അള്ളാഹു താല ഞങ്ങളുടെ ചെന്ന് കള്ള് കുടിക്കണ്ട ചൊല്ലുമ്പോൾ കള്ള് കുടിക്കാൻ കഴിക്കുവാർ, നിസ്കാര ബുഡണ്ട ചൊല്ലുമ്പോൾ നിസ്കാര ബുഡൻ കഴിക്കുവാർ, അതുപോലെ നോമ്പ് പിടിക്കണമെന്ന് ചെന്നപ്പോൾ നോമ്പ് പിടിക്കാത്ത കഴിക്കുവാർ, എന്തെങ്കിലും തപ്പിങ്ങാക്കി പൊണ്ണം കഴിക്കുവാർ. എത്രേ തപ്പാക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കോംപ്രമൈസ് ആക്കോ വി ആർ നോട്ട് റെഡി. എന്തേ കാരണം ഞങ്ങളെ മനസ്സുകൊണ്ട് അത്രയും ഉറച്ചു പോയ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഇക്കട്. അപ്പൊ ഈ ഷിയാക്കളെ വാദം അങ്ങനത്തെ ഷിയാക്കളെ വാദം എന്താ വെച്ചെന്നെങ്കിൽ ഞങ്ങൾ ഈ മുത്തുനബി വെച്ച് കൊടുക്കുന്ന സ്ഥാനം അങ്ങ് ആർക്ക് വെച്ച് കൊടുത്തോണ്ടുള്ളാറ് മുത്തുനബിയുടെ മോലെ മാപ്പിളായിട്ടുള്ളോ മുത്തുനബിയുടെ മർമോനായിട്ടുള്ളോ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫായിട്ടുള്ള അലി തങ്ങ വെച്ച് കൊടുത്തോണ്ടുള്ളാറ്. ഏത് സ്ഥാന ഞങ്ങൾ മുത്തുനബിക്ക് വെച്ച് കൊടുക്കുന്ന സ്ഥാനത്ത് അങ്ങ്
அலியை தங்க வச்சு கொடுக்குறாரு. விஷயத்தில் நாங்கள் அங்கே யோசிக்க தயாரில்லை. அலி ரலியல்லாஹு அன்ஹு ஸ்தானம் இல்லைன்ட்டா ஸ்தானம் ஒருக்களும் இல்லை അങ്ങനെ சொல்லவோ തീരാനങ്ങ. അലി റളിയല്ലാഹു അൻഹു നല്ല പവർഫുൾ സ്ഥാനം ഇന്നത് കൊണ്ടായിട്ടിക്കട് ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ ആയിട്ട് ആവകു കാരണ. അപ്പൊ പിരിസത്ത് മൂമിനിങ്ങളെ 6 അലി റളിയല്ലാഹു അൻഹു അർത്ഥാക്കണു. മുത്ത് നബിയുടെ മോളു ഏത് മോളു? ഖിത്അത്തു ഖബിദി, നന്റെ കരളിന്റെ കഷ്ടം നന്റെ കരളിന്റെ ഒരു ഭാഗമായിട്ടിക്കിടാള് നന്റെ മോളായ ഫാത്തിമ. അത്രയും മുത്തുനബി പിരിസ വെച്ചണക്കത്തെ ഒരു മോളു. ചന്ത കൊണ്ടും പവർഫുള്ളു, കുടുംബ കൊണ്ടും പവർഫുള്ളു, തഖ്വ കൊണ്ടും പവർഫുള്ളു, എല്ലാത്തിലും പവർഫുൾ ആയിട്ടുള്ള ഒരു മോളായിട്ടിക്കട് മുത്തുനബിയുടെ മോള് സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഒരു മോളെ അള്ളാന്റെ റസൂൽ നക്കുമങ്ങിലാക്കി തറുവാ ചെന്നിട്ട് എത്ര സ്വഹാബത്ത് കാത്തോണ്ടിരിക്കുന്നുണ്ട. അങ്ങനല്ല ഇക്കുമ്പോ ഇത്ര ചന്തത്തെ മോളുകു അള്ളാഹു താല അള്ളാഹുര പ്രത്യേകമായ ഓർഡർ അനുസരിച്ചിട്ട് മുത്തുനബി മങ്ങിലാക്കി കൊടുത്തത് ആറുക്? സയ്യിദ് അലി തങ്ങ കാട്ടിക്കിട്. അപ്പൊ അള്ളാഹു മുത്തുനബിയും അലി തങ്ങൾ അറിഞ്ഞത് കൊണ്ടല്ലേ മങ്ങിലാക്കി കൊടുത്തത്. അപ്പൊ വലിയ പവർ അലിയ തങ്ങ കൊണ്ടു. പക്ഷേ ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ ചൊല്ലുന്ന പോലെ അങ്ങ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന അലിയൻ റസൂലുള്ളാ അങ്ങ് ചൊല്ലാറ്. അതുക്ക് ഞങ്ങൾ തയ്യാറില്ല. അങ്ങനെ വാദന്തരം ചെന്നെങ്കിൽ മുത്തുനബി അങ്ങ് ദൂരെ വെക്ക ചൊല്ലുമ്പോൾ മുത്തുനബി ചൊന്നിട്ടൊന്നും ഇല്ല, അത് വെറുതെ അങ്ങനെ ചൊല്ലുവാൻ തയ്യാറില്ല. അതേ ടൈമിലു അലി റളിയല്ലാഹു അൻഹു അങ്ങ് വെച്ച് കൊടുക്കുന്ന സ്ഥാനം ചൊന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലായിട്ട് ഇക്കിട്ടുള്ളവർക്ക് ഒരു സ്ഥാനമായിട്ട് ഇക്കിട് പിരിസത്തെ മോമിനിങ്ങളെ. അപ്പൊ ആ ഒരു വിഷയത്തിൽ യോജിക്കോ നമുക്കാവില്ല. അതിനെ തുടർന്ന് കുറേ വിഷയത്തിൽ നമുക്ക് എന്തായുണ്ടോ ഒരു ചെറിയ നിസ്കാരത്തിലുള്ള ചെറിയ ചേഞ്ചസ് എല്ലാം ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പൊ പിരിസത്തെ മോമിനിങ്ങളെ ഈ വിഷയം ഉണ്ടല്ലോ, ഏത് അലി റളിയല്ലാഹു അൻഹു അങ്ങ് റസൂലായിട്ട് കണ്ടത്, അത് ഒപ്പകു സുതാറാം അലിയെ തങ്ങളെ തയ്യാറില്ല. അലിയെ തങ്ങളെ ജീവനത്തിലേക്ക് ഒരു ആൾമാർ വന്നിട്ട് നിങ്ങൾ റസൂലായിട്ട് ഇക്കിട് മുത്തുനബി അല്ല കിട്ടണായത്, ആ റസൂലിയത്ത് നിങ്ങൾക്കായിട്ട് കിട്ടണായത് ചെന്നിട്ട് അലിയെ തങ്ങട്ട് ചൊല്ലുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഞങ്ങളെ പറഞ്ഞു കടത്തിയതെല്ലാം ഉണ്ട്. ഏതായാലും പിരിസത്തെ മോമിനിങ്ങളെ, അപ്പൊ ആ ഒരു ആശയ ആദർശത്തിൽ അങ്ങ് എനിക്ക് വിരുദ്ധ ഇന്നെങ്കിലും പിന്നെ ഞങ്ങൾ ഒട്ടിക്ക് നിൽക്കോ. കാരണം എന്താ വെച്ചെങ്കിൽ ഇസ്ലാം കൺട്രിയിട്ടുള്ള ഒരു പേരും അങ്ങ് കൊണ്ടു ഇറാൻ കൊണ്ടു ഒന്നു. രണ്ടാമത്തേത് ഇങ്ങോട്ട് വിരുദ്ധ യുദ്ധത്തിന് പണ്ട ആൾമാറിൽ അങ്ങ് കട്ടാ ഇസ്ലാം വിരോധിയായതുകൊണ്ടു അങ്ങോട്ടുള്ള അർസത്തിൽ ഇങ്ങളുടെ ഭാഗത്തും ഞങ്ങൾ നിൽക്കുക. രണ്ടാമത് ഇസ്ലാമിയത്ര പേര് കൊണ്ടറിയപ്പെട്ട ഒരു കൺട്രി ആയതുകൊണ്ട് ആ ഒരു പേരിൽ വെച്ചിട്ടും ആയിട്ടിക്കിട് അങ്ങോട്ട് ഞാൻ സപ്പോർട്ടാക്കുന്നത് വീണ്ടും കൂടി എല്ലാവരും ഒന്ന് അർത്ഥാക്കണു പിരിസത്തെ മൂമിനിങ്ങളെ. അപ്പൊ ചമ്മ ആൾമാർക്ക് ഇനിയും ഡൗട്ട് ഉണ്ടോ? ഈ ഇറാന് സൗദി അറേബ്യക്കും ഖത്തർക്കും ഒമാനുക്കും ബഹ്റൈനുക്കും എല്ലാം ബോംബിട്ടോണ്ടുണ്ടല്ലേ. ഈ ഒമാൻ, ബഹ്റൈൻ, UAE, ഖത്തർ ഇതെല്ലാം മുസ്ലിം രാഷ്ട്ര. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇറാൻ അവിടേക്ക് ബോംബിട്ടിട്ട് ഇത് ബോംബിട്ടിട്ട് ഇങ്ങനെ ബോംബിട്ടിട്ടുണ്ടല്ലോ, ബുർജ് ഖലീഫയുടെ മുട്ടല്ലേ ബിൽഡിംഗ് ബോംബിട്ടിട്ട് ഇങ്ങനെല്ലാം കേട്ടോണ്ടുണ്ടല്ലോ ഉസ്താദ്. ചമ്മയാൾക്ക് ഡൗട്ട്, ഇതെന്ത് ഇറാൻ ഇട്ടോ? അതും ഒരു ഉത്തരവുണ്ട് പിരിസത്തെ മൂമിനിങ്ങളെ. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടുള്ളത് ആറുകല്ല, ഈ ഇറാൻ വിരുദ്ധ അമേരിക്കവും ഇസ്രായേലുമായിട്ട് ഇവിടെ യുദ്ധാക്കരുത്. പക്ഷേ ഈ ഇറാനുക്ക് നിർച്ചങ്ക് ആർക്ക് ബോംബിട? ഇസ്രായേലിക്ക് ബോംബിട. കാരണം മുട്ടമേ ഉണ്ട്, ചമ്മ മുട്ടല്ല. ആയെങ്കും ആ ഇടകുള്ളത്ര ബോംബുടെ കപ്പാസിറ്റി ഈ ചൊല്ലണക്കത്തെ ഇറാന്റെ കയ്യിലുണ്ട്. അത്രയും കിലോമീറ്റർ പോണ്ടനക്കത്തെ ബോംബെല്ലാം ഉണ്ട്, മിസൈലെല്ലാം ഉണ്ട്. അതേ ടൈമിലോ ഈ ഇറാനുക്ക് ഞങ്ങൾ അമേരിക്ക ബോംബിടണമെന്ന് ചൊന്നെങ്കിൽ നടക്കുന്ന വിഷയമല്ല. കാരണം 1000 കിലോമീറ്റർ എല്ലാം അപ്പുറത്തിലായിട്ട് ഇടണായത്. അത്രയും ദൂര യാത്ര ആക്കിയിട്ട് പോയിട്ട് ബോംബിടനക്കത്തെ അത്രയും ദൂര ദൈർഘ്യമുള്ള ബോംബെന്തും ഇറാന്റെ കയ്യിലില്ല. ചമ്മ യുദ്ധ സാമഗ്രികളെല്ലാം ഉണ്ട്, ബോംബുണ്ട്, മിസൈലെല്ലാം ഉണ്ട്. അത്രയും ദൂരം അമേരിക്കക്ക് ഡാമേജ് ആക്കും പോലത്തെ ബോംബെന്തും ഇറാനിൽ നിന്നിടനക്കത്തെ കപ്പാസിറ്റിയിൽ ഇറാൻ ഇല്ല. പിന്നെ അപ്പൊ ഇറാൻ എന്താക്കണു? ഞങ്ങൾക്ക് വിരുദ്ധ അമേരിക്ക ബോംബിട്ടോണ്ടുണ്ട്, ഉപദ്രാക്കൊണ്ടുള്ള വിഷയം കൊന്തുണ്ട്. അപ്പൊ പിന്നെ എന്തിനാക്കണു? അമേരിക്കക്ക് ഡാമേജ് ആക്കണാ വേണ്ടേ? സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തങ്ങ് അടിക്കുമ്പോൾ തിരിച്ചടിക്കണല്ലേ. ആ അടിക്കണമെങ്കിൽ ഇറാൻ കണ്ടെത്തിയ ഐഡിയ എന്താ വെച്ചെങ്കിൽ ഈ അമേരിക്കത്തിലുള്ള മിലിറ്ററി ഇല്ലേ, അത് അമേരിക്കത്തിൽ മാത്രമല്ല ഉള്ളേ, ഞങ്ങളെ ഇന്ത്യത്തിലുള്ള മിലിറ്ററി, ഞങ്ങളെ ഇന്ത്യത്തെ സുരക്ഷത്തുള്ള ഇന്ത്യത്തിൽ മാത്രമുള്ള മിലിറ്ററി ആയിട്ട് ഇക്കിട്. അതേപോലെ അമേരിക്കത്തിൽ മാത്രം അല്ല മിലിറ്ററി ഉള്ളത്, പിന്നെ ലോകത്തെ ചമ്മ ഭാഗത്തും മിലിറ്ററി ഉണ്ട്. എന്തൊക്കെ ചെന്നെങ്കിൽ അമേരിക്ക അക്കസ്മാತ್ ആട്ടങ്ങ് യുദ്ധാക്കുന്ന അവസ്ഥ വന്നെങ്കിൽ അമേരിക്കത്ത് നിന്റെത്ത് വിരുദ്ധ വന്ന രാഷ്ട്രത്തിക്ക് ബോംബിടുക ആവാത്ത, മിസൈല് ദാളിയെല്ലാം ആക്കുക ആവാത്ത അവസ്ഥ വന്നെങ്കിൽ വേറെ ഉള്ള ജാഗൽ കൺട്രിയിലല്ല ഉള്ള അമേരിക്കത്തെ ആർമിയിൽ ചെന്നിട്ട് അങ്ങ് മെസ്സേജ് കൊടുത്തിട്ട് ബോംബിടുപാട്ടോക്കുള്ള യുദ്ധത്തുക്കുള്ള റെഡി ആയിട്ട് ഇക്കിട്. ഇങ്ങനെ എല്ലാ രാഷ്ട്രത്തിലും അങ്ങ് മിലിറ്ററിമാർ വെച്ചിട്ടുള്ളത്. അപ്പൊ പിരിസത്തെ മൂമിനിങ്ങളെ എവിടെ UAE എവിടെ അമേരിക്കത്തെ മിലിറ്ററിമാർ
ഉള്ള അങ്ങ് വാസിക്കുന്ന ജാഗ ഉണ്ടാ. അതുപോലെ ഒമാനില്, ബഹ്റൈനില്, ഖത്തറില്, ഒമാനക്ക് ബാമ്പിട്ടിട്ടില്ല ഇത്തരത്തോളം ഇടാൻ ലാൻഡ് എന്ന് ചൊല്ലുകില്ല. ഇന്നലെ സൗദി അറേബ്യത്തിലുള്ള ഒരു വലിയ ഈ പെട്രോൾ അല്ല ഉത്പന്നായിട്ട് ക്ലിയർ ആയിട്ട് ബണ്ടനക്കത്തെ വലിയ ഫാക്ടറി, വലിയ വലിയ ഏക്കർ കണക്കിലുള്ള ഭൂമിയിലുള്ള എനിക്കത്തെ ഫാക്ടറിക്ക് ഇറാൻ ബാമ്പിട്ട് എന്തൊക്കെ ചെന്ന് ജണ്ട് കാരണമായിട്ട് ഇക്കിടും ഇറാനക്ക് ചൊല്ലുകില്ലേ. ഒന്നും ഞങ്ങൾക്ക് വിരുദ്ധ ഇത്രയും അക്രമാകുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കാറല്ലേ, ഞങ്ങളെ വിരുദ്ധ ഇത്ര ഉപദ്രാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡാമേജ് ആക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നിൽക്കില്ലല്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പാട്ട നിങ്ങൾ എങ്ങനെ സമാധാനത്തിൽ നിൽക്കാറ് നാനും ഞങ്ങളും നോക്കറ ചൊന്നിട്ടായിട്ട് ഇറാൻ ബാമ്പിട്ടുണ്ടല്ലോ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തറിലുള്ള ഉള്ളിൽ അമേരിക്കത്തെ മിലിറ്ററിമാർ ഇവിടെ ഉള്ള ജാഗ ഉണ്ടാ അത് നോക്കിയിട്ടായിട്ട് ബാമ്പിട്ടത്. അത് ഇട്ടെങ്കിൽ അവിടെ മിലിറ്ററിമാർ ചത്തു പോണ്ടാറ്. അതുപോലെ ചമ്മ ഡാമേജ് ആറുക അമേരിക്കത്തുക്ക് ഇതായിട്ട് അമേരിക്കത്തുക്ക് വേറെ ബോംബിട്ടെങ്കാന്റെ അമേരിക്കത്തുക്ക് ഇസ്രായേൽ ഇറാന്റെ നിന്നിട്ട് അമേരിക്കത്തുക്ക് ബോംബിട്ട് അത് നടക്കുന്ന വിഷയമല്ല, അത്രയും ദൂരമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇട്ടിട്ട് അമേരിക്കത്തെ ഉള്ള ഒരു പ്രതിരോധ തീർക്കിന് ഒരു തയ്യാറായിട്ടിക്കിട് ഇപ്പം ഇറാൻ ആക്കിക്കൊണ്ടുള്ളത് ഞങ്ങൾ നടത്താക്കണം. ഏതായാലും പിരിസത്തെ മോമിനിങ്ങളെ ഇതൊരു നല്ല വെളിവളിക്കേണ്ടി ചൊന്ന് നക്കുന്ന അഭിപ്രായം ഇല്ലവാ. ഇത് ആവൃത്തര വേഗം നിൽക്കണു. ഞങ്ങളെ പ്രവാസിമാരായിട്ടിക്കിട് ആ മണ്ണിലുള്ളത്, ആ മണ്ണിൽ എത്രമാ അധ്വാനിച്ചുകൊണ്ടുള്ളത് ആ പ്രവാസിമാർ അല്ലാഹു നമുക്ക് സമാധാനവും സലാമത്തും ഹിഫുലും കാവലും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആവൃത്തര വേഗ ഈ യുദ്ധം നിൽക്കട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ ഈ ഇസ്ലാമിക് കൺട്രി ചൊന്ന് അറിയപ്പെട്ട ഇറാന്റെ ഒരു വലിയ മഹാ ഒരു ലീഡർ ആയത്തുള്ള കമീനി ചൊല്ലിട്ട് എനിക്കത്തെ ഒരു ലീഡറായിട്ട് അങ്ങ് ഹത്യ ആക്കിയത്. അപ്പൊ വേഗത്തുക്ക് യുദ്ധം നിൽക്കണു. നിൽക്കുന്നതുക്ക് മുന്നലേ അന്നങ്ങ് ഇത് വേണമായിട്ട് എല്ലാ നിലക്കും സഹകരിച്ച് യുദ്ധത്തിൽ ഇൽച്ചണക്കത്ത് അമേരിക്ക ഡൊണാൾഡ് ട്രംപിന് ജീമ പോണു. അതല്ലെങ്കിൽ ഈ ചൊല്ലിട്ട് ഇസ്രായേൽ പ്രധാനിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുരെ ജീമ പോണു. ഇതാ രണ്ടാളൊരു ജീമ പോയെങ്കിൽ അത് ഇറാനുക്ക് മാത്രമുള്ള വിജയമല്ല, ലോക മുസ്ലിമീങ്ങൾക്കുള്ള സന്തോഷിക്കുള്ള അർഹത ഉള്ള എനിക്കത്തെ ഒരു ന്യൂസും ഒരു വിജയവും കൂടിയായിട്ട് ഇക്കിട് നിങ്ങൾ അർത്ഥാക്കണു. ഡിഫറൻസ് ഞങ്ങൾ ചൊന്ന ഷിയ മുസ്ലിമീങ് ആയിട്ട് ഇക്കിടാറ് അവിടെ ഉള്ള അങ്ങളുടെ ആശയപരമായിട്ട് ഞങ്ങൾ ഒരു നിലക്കും സഹകരിക്കോ തീറ. പക്ഷേ അങ്ങളെ വിരുദ്ധ പണ്ട് ആൾമാർ ഇസ്ലാമിട്ടുള്ള വൈരുദ്ധ്യവും അങ്ങോട്ട് തീർത്തോണ്ടുള്ളാറുണ്ടാവുമ്പോൾ അങ്ങ് വിരുദ്ധ നിൽക്കൊണ്ടുള്ള ഒരു കാരണത്താൽ ഞങ്ങൾ ഇറാന്റെ പക്ഷത്ത് നിന്നോണ്ടുള്ളതായിട്ട് കേണ്ടും കൂടി എൻ്റെ ഈ വീഡിയോ നോക്കണക്കത്തെ മൂമിനിങ്ങൾത്ത മൂമിനാത്ത ഞാൻ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ടുള്ള അള്ളാഹു താല ഏതായാലും മുസ്ലിമീങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.